നിങ്ങൾക്ക് മന്ത്രിയാകണോ അതോ മുഖ്യമന്ത്രിയാകണോ? എനിക്ക് പൈസ തന്നാൽ ഞാനാക്കാം. ഇങ്ങനെ ഒരു കോൾ വന്നവരെ ആയിരിക്കും കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ. താഴെ തട്ട് മുതൽ അങ്ങ് മേൽത്തട്ടിലുള്ളവരെ വരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന കള്ളം. ആ കള്ളമൊന്നും ഇവിടെ ചെലവാകില്ല. കൊത്തി മരത്തിൽ കയറി കൊത്തിയിരിക്കുകയാണ് തട്ടിപ്പ് സംഘം. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നുമാണെന്ന് പറഞ്ഞ ഷാഫി പറമ്പിലിന് വരെ വിളി വന്നിരിക്കുന്നു. ഒരുപാട് കോൺഗ്രസ് നേതാക്കളെയാണ് തട്ടിപ്പ് സംഘം വലയിൽ വീഴ്ത്താൻ നോക്കുന്നത്. കൊടുക്കുന്നത് ചില്ലറ ഓഫറൊന്നുമല്ല കേട്ടോ. മന്ത്രിസ്ഥാനം മുതൽ അങ്ങ് താഴേക്കുള്ള എല്ലാമാണ്. ഓഫറുകൾ വെക്കും, പക്ഷേ ഒരു നിബന്ധന മാത്രമുണ്ട്: കോടികൾ തരണമെന്ന് മാത്രം. ഷാഫിക്ക് മാത്രമല്ല, ഡീൻ കുര്യാക്കോസിന് വരെ വിളിയെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവും MLAയുമായ വിദ്യാ ബാലനോട് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് 3 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ച സംഭവം പുറത്തെത്തിയതോടെയാണ് തട്ടിപ്പ് സംഘത്തെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. ജൂലൈ 6-ന് ഉച്ചയ്ക്ക് 2-നായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. പ്രിയങ്ക ഗാന്ധി MPയുടെ ഡൽഹി ഓഫീസിലെ ജീവനക്കാരനായ രാജ്കുമാർ എന്ന് അവകാശപ്പെട്ടാണ് തട്ടിപ്പ് സംഘം വിദ്യാ ബാലകൃഷ്ണനെ ഫോണിൽ ബന്ധപ്പെട്ടത്. മന്ത്രിസ്ഥാനത്തിനായിട്ട് 3 കോടി രൂപ വേണം എന്നായിരുന്നു ആവശ്യം. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പ്രിയങ്ക ഗാന്ധി വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. തന്റെ ഓഫീസിലെ യഥാർത്ഥ രാജ്കുമാറിന്റെ ശബ്ദ സന്ദേശം പ്രിയങ്ക ഉടൻ തന്നെ വിദ്യയുടെ ഫോണിലേക്ക് അയച്ചും നൽകി. തനിക്ക് വന്ന വ്യാജ കോളിലെ ശബ്ദവും യഥാർത്ഥ ശബ്ദവും ഒത്തുനോക്കിയ വിദ്യാ ബാലകൃഷ്ണൻ തട്ടിപ്പ് കൃത്യമായി തിരിച്ചറിയുകയായിരുന്നു. തട്ടിപ്പ് ബോധ്യപ്പെട്ടതോടെ വിദ്യാ ബാലകൃഷ്ണൻ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലിക്ക് നേരിട്ട് പരാതി നൽകി. ആൾമാറാട്ടം നടത്തി വഞ്ചിക്കാൻ ശ്രമിച്ചതിനും IT നിയമത്തിലെ 66D വകുപ്പ് പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സൈബർ സെൽ കണ്ടെത്തൽ എന്തെന്ന് വെച്ചാൽ, വാട്സപ്പിൽ വന്ന വ്യാജ കോളിന്റെ ഉറവിടം തെരഞ്ഞ സൈബർ പോലീസ് കേസിൽ ഉപയോഗിച്ച സിം കാർഡ് ഡൽഹിയിലെ മേൽവിലാസത്തിലാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഡൽഹിയിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയിരിക്കുകയാണ്. വ്യാജ മേൽവിലാസം സ്ഥിരീകരിക്കുന്നതിലും പ്രതികളിലേക്ക് എത്തുന്നതിനുമായിട്ട് അന്വേഷണ സംഘം ഡൽഹിയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. കോഴിക്കോട് സിറ്റി പോലീസിലെ സൈബർ ക്രൈം അസിസ്റ്റന്റ് കമ്മീഷണർ SM പ്രദീപ് കുമാറിനാണ് അന്വേഷണ ചുമതലയുള്ളത്. സംഭവത്തിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ അല്ലെങ്കിൽ ക്രിമിനൽ ഗൂഢാലോചന സംശയിക്കുന്നതായിട്ടും DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ പ്രതികരിച്ചിട്ടുണ്ട്. MLAയും MPയും പോലും ലക്ഷ്യമിട്ട് നടന്ന ഈ തട്ടിപ്പിനെ പിന്നിൽ പ്രവർത്തിച്ചവരെ എത്രയും വേഗം പോലീസ് വലയിലാക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കൃത്യമായ സമയത്ത് പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലും വിദ്യയുടെ ജാഗ്രതയും കാരണം വൻ തട്ടിപ്പാണ് ഒഴിവായത്. ഇനി ഡൽഹിയെ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ തട്ടിപ്പുകാർ കുടുങ്ങും എന്ന പ്രതീക്ഷയിലാണ് പോലീസുകാരും നേതാക്കന്മാരും ഉള്ളത്.